ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ഇന്നത്തെ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയ ദിവസമാണ് ഇന്നെന്ന് പറഞ്ഞാൽ 29th ഏപ്രിൽ. ഇപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ അതായത് ബാങ്ക് നിഫ്റ്റി വൺ സൈഡ് മൊമെൻ്റാണ് പോയിരുന്നത്. മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ബൈ ട്രേഡ് കിട്ടി. നമുക്ക് സ്കാൽപ്പിങ്ങിൽ നല്ലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇൻട്രാഡേക്കും വളരെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് കുറച്ചും തിറങ്ങാൻ അത് കഴിഞ്ഞ ശേഷം നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഹ്യൂജ് ബ്രേക്ക് ഔട്ടിലേക്ക് പോയത്. അത് ക്ലോസിംഗ് ലെവൽ വരെ മാർക്കറ്റ് ബൈ തന്നെയാണ് ഉണ്ടായിരുന്നത്. 48,200 കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മോർണിംഗിൽ ആ ബ്രേക്ക് ഔട്ട് പോയത് 442 പോയ ബ്രേക്ക് ഔട്ട് നേരെ 1,333 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റിട്ടേൺസ് 935 പോയിൻറ്റ്സോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല റിട്ടേൺസ് ആണ് കിട്ടിയത്. ലാസ്റ്റത്തെ ആ ഒരു ഹ്യൂജ് ബ്രേക്ക് ഔട്ട് നല്ല റിട്ടേൺസ് നമുക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് ക്ലോസിംഗിൽ വന്ന ബ്രേക്ക് ഔട്ടിൽ അപ്രോക്സിമേറ്റ് 1:30 കഴിഞ്ഞ ശേഷം വന്ന ബ്രേക്ക് ഔട്ട് നമുക്ക് 986 അത് ബ്രേക്ക് ഔട്ട് പോയി നേരെ ഹ്യൂജ് റിട്ടേൺസിലേക്ക് പോയിട്ടുണ്ട്. നല്ലൊരു ഹൈക്കാണ് ആ ലാസ്റ്റത്തെ ബ്രേക്ക് ഔട്ടിൽ കിട്ടിയത്. അപ്പം സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ലൈവായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പം ഹോൾഡ് ചെയ്ത് ഇതുപോലത്തെ പോർഷനൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കി ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ പറ്റും. ഇൻ കേസ് നമുക്ക് മാർക്കറ്റ് ഇനിയും ബൈയിലേക്ക് പോകുന്നു, നെക്സ്റ്റ് ഒരു എൻട്രി ലെവലും റെസിസ്റ്റ് ചെയ്ത ലെവൽ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് എവിടെ എൻട്രി എടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഒരു പാസ് പെർഫോമൻസും കൂടെ കാണിച്ചു തരാം. ഞാൻ ഈ ഒരാഴ്ച വന്ന പെർഫോമൻസ് നമ്മുടെ സോഫ്റ്റിൽ എങ്ങനെ സിഗ്നൽ കാണിച്ചു എത്രത്തോളം ആക്യുറസി ഉണ്ടെന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് പോകാം. അപ്പം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസിൽ മാർക്കറ്റ് മോർണിംഗിൽ ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂവേഷൻ പോയിട്ട് ഇതാണ് ബൈ സിഗ്നൽ, ഇതാണ് സെല്ല്. ഈ ബൈ വന്നത് ഇന്നലെ ക്ലോസിങ്ങിലാണ്. അത് രാവിലെ ബ്രേക്ക് ഔട്ട് പോയി നേരെ കയറുകയാണ് മാർക്കറ്റ് ചെയ്തിരുന്നത്. അവിടെ ഒരു സ്കാൽപ്പിങ്ങിൽ ഒരു എൻട്രി പിടിച്ചിട്ടുണ്ട്. നമ്മൾ 1 മിനിറ്റ് വന്ന ട്രേഡാണ് അവിടെ എടുത്തിരുന്നത്. M1 നമ്മളത് പിടിച്ചാൽ മതി. M1 നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ രാവിലത്തെ സിഗ്നൽ ഇപ്പോൾ രാവിലെ വന്ന ബൈ വന്ന ബ്രേക്ക് ഔട്ട് ഇവിടുന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ടൊരു 9:15 മുമ്പ് വന്ന ബ്രേക്ക് ഔട്ടാണ്. 48,449 നേരെ ബ്രേക്ക് ഔട്ട് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ 580 വരെ അടിച്ചു കയറിയിട്ടുണ്ട്. അത് നല്ല റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടുക. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെയും ബൈ കയറുകയാണ് ചെയ്തിരുന്നത്. പിന്നെയും ലാസ്റ്റ് അങ്ങനെ നല്ലൊരു റിട്ടേൺസ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പോയതാണ്. കഴിഞ്ഞ ദിവസം വന്ന ബൈ രാവിലെ ബ്രേക്ക് ഔട്ട് ഇവിടുന്ന് കയറിയിട്ടുണ്ട്. റെസിസ്റ്റ് ചെയ്ത ലെവൽ അത് ബ്രേക്ക് ചെയ്ത് നേരെ കയറി നല്ല റിട്ടേൺസ്. വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. താഴെ ഗ്രീനാണ്, ക്യാൻഡിലും ഗ്രീനാണ്. റെസിസ്റ്റ് ചെയ്ത ലെവൽ 2-3 പ്രാവശ്യം ബ്രേക്ക് ഔട്ട് പോയിട്ട് ലാസ്റ്റത്തെ ആ ബ്രേക്ക് ഔട്ട് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് വന്ന മാർക്കറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ രാവിലെ മുമ്പ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 ഏപ്രിലെ മാർക്കറ്റ് നമുക്ക് രാവിലെ ബൈ തന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇറങ്ങാൻ നോക്കി നല്ലൊരു റിട്ടേൺസ് കിട്ടാതെ പിന്നെ നമുക്ക് ഇടയ്ക്ക് ബൈ തന്നു. ബൈ പക്ഷേ കൺഫേം ആയി. ഇപ്പോൾ ഇന്നത്തെ ബൈ ഇന്നലത്തെ ബൈ നോക്കിയാൽ അറിയാം. സൈഡ് വേസ് ആകുമ്പോൾ കളച്ചെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സ്പെഷ്യലായിട്ട് കാണിച്ചു തരും. അതിന് നമുക്കൊരു ആക്യുറസി കുറവാണ്. അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാൻ നമുക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ തരും. ലാസ്റ്റ് വന്ന ബ്രേക്ക് ഔട്ട് നല്ല രീതിയിൽ അതായത് 26 ഏപ്രിൽ നമുക്ക് പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ട്രേഡിനെ സംബന്ധിച്ച് നമുക്ക് ഓപ്ഷൻ നമ്മളെടുത്തത് ഇൻ ദ മണി പ്രകാരമാണ്. അപ്പോൾ അത് 48,200 കാരണം ബ്രേക്ക് ഔട്ട് പോയ ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് മാർക്കറ്റ്. അപ്പോൾ ആ ബ്രേക്ക് ഔട്ടിൽ 200 നമുക്ക് കോൾ എടുക്കാമായിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് പോകുമ്പോഴത്തേക്ക് 48,568 നിന്നാണ് ബ്രേക്ക് ഔട്ട് പോയത്. അതിൽ നമ്മൾ 500, 400, 300 അത് ഏത് വേണേൽ നമുക്ക് എടുക്കാം. അപ്പോൾ രാവിലെ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് രാവിലെ പോയിട്ട് പിന്നെ പുൾ ബാക്ക് അടിച്ചിട്ടാണ് തിരിച്ചു കയറിയത്. ലാസ്റ്റത്തെ ലെവൽ 2-3 പ്രാവശ്യം റെസിസ്റ്റ് ചെയ്ത ലെവലിൽ തന്നെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. നിഫ്റ്റിയും ഇന്നത്തെ അങ്ങനെയായിരുന്നു. ബൈ തന്ന് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി പിന്നെയും ബ്രേക്ക് ഔട്ട് പോയിട്ട് നല്ല റിട്ടേൺസ് 153 പോയിൻറ്റ്സോളം കിട്ടിയിട്ടുണ്ട്. രാവിലെ ബൈ തന്നതിൻ്റെ എൻട്രി ടാർഗറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 22,300 ഇൻ ദ മണി പ്രകാരമാണ് എടുത്തത്. അതിൻ്റെ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 512 നേരെ മാർക്കറ്റ് കയറി 616 വരെ പോയിട്ട് നല്ല റിട്ടേൺസ് 100 പോയിൻറ്റ്സിന് മേളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നല്ല റിട്ടേൺസ് ആണ് ഇന്നത്തെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് എടുക്കാൻ സാധിച്ചത്. നമ്മുടെ സോഫ്റ്റ് കറക്റ്റായിട്ട് ഇൻഡിക്കേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് 26 ഏപ്രിലെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസിന് മുമ്പ് നമുക്ക് നോക്കാം. മുമ്പെന്ന് പറഞ്ഞാൽ 25 ഏപ്രിൽ അതിൽ ഹ്യൂജ് ഡൗൺ ഇറങ്ങി തിരിച്ചൊരറ്റടിക്ക് അടിച്ച് കയറി പിന്നെ ഇറങ്ങിയിട്ടാണ് പിന്നെ കയറിയിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഒരു ട്രേഡ് ചെറുതായിട്ട് കയറിയിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെയാണ് ലാസ്റ്റ് ക്ലോസിങ്ങിൽ ബ്രേക്ക് ഔട്ട് വരുന്നത്. നല്ല റിട്ടേൺസ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ അതിന് മുമ്പ് 24 ഏപ്രിലും നല്ലൊരു മോർണിംഗ് ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പം നെക്സ്റ്റ് നമുക്ക് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഉണ്ടാകുന്നത് 23 ഏപ്രിലാണ്. അതിന് മോർണിംഗിൽ ഒരു പെർഫോമൻസ് ഗ്യാപ്പിൽ കയറിയ ശേഷം പിന്നെ കിട്ടിയിരുന്നില്ല, സോഫ്റ്റ്വെയർ തന്നിരുന്നില്ല, സൈഡ് വേസ് ആണ് കാണിച്ചത്. അത് കഴിഞ്ഞ് വന്ന സെല്ലും വലിയ റിട്ടേൺസ് എടുക്കാതെ തിരിച്ചു പോയി നമുക്ക് റിവേഴ്സ് അടിക്കുകയാണ് ചെയ്തിരുന്നത്. അവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു വാർണിംഗ് മെസ്സേജ് സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. അതിന് മുമ്പ് 22 ഏപ്രിലിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും അതിലും നല്ലൊരു ട്രേഡ്, മോർണിംഗിൽ കിട്ടിയില്ലെങ്കിലും ലാസ്റ്റത്തെ ട്രേഡുകൾ നല്ല ട്രേഡുകളായിരുന്നു. അപ്പം 19th അതിന് മുമ്പ് വന്ന 19th നല്ലതാണ്. അതിന് മുമ്പ് നമുക്ക് 18th പെർഫോമൻസ്, 18th വളരെ കൺസോളേഷൻ മാർക്കറ്റായിരുന്നു. മോർണിംഗിൽ ചെറുതായിട്ട് ഇത് ഡൗൺ ഇറങ്ങാൻ നോക്കിയപ്പോൾ സോഫ്റ്റ് കൺഫർമേഷൻ തന്നിരുന്നില്ല. പിന്നെ ബ്രേക്ക് ഔട്ട് ബൈയിലേക്ക് പോയി തിരിച്ച് ഹ്യൂജ് ഒരു ഡൗൺ ഫോളോ തന്നെ നമുക്ക് മാർക്കറ്റ് ഉണ്ടായ ഒരു ദിവസം. അന്നും നമ്മുടെ സോഫ്റ്റ് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് 80-90% ആക്യുറസി ഉണ്ട്. ഈ 23 ട്രേഡ് മാത്രം നല്ലൊരു റിട്ടേൺസ് കിട്ടിയില്ല. അതല്ലാത്ത ട്രേഡുകളെല്ലാം സോഫ്റ്റ് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ട്രേഡും നമുക്ക് നല്ല രീതിയിൽ 26 ഏപ്രിലെ ആ രാവിലത്തെ ആ സെൽ സിഗ്നലിൽ വലിയ റിട്ടേൺസ് കിട്ടിയിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ബൈയും വലിയ റിട്ടേൺസ് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നല്ല പെർഫോമൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ് സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കൂടുതലായിട്ട് ലൈവായിട്ടൊരു ഡെമോൺസ്ട്രേഷനായിട്ട് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക്. അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. Okay, thank you.